അല്ല, ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ പറയുന്നത് ഇതൊരു മന്ത്രിയാവുമ്പോഴുണ്ടാവുന്ന എക്സൈറ്റ്മെൻറ്റ്, നമ്മളുടെ അതിൻ്റെ ഒരു ആവേശം അങ്ങനെ ഒന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഞങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയാവസ്ഥയുടെ ആശങ്കകളാണ് ഉള്ളത്. പ്രത്യേകിച്ച് വളരെ കാലിയായിട്ടൊരു ഖജനാവൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഭരണം തുടങ്ങാൻ പോകുന്നത്. അപ്പം ഈ ജനങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള 102 അംഗങ്ങളുടെ പിൻബലം, അത് ജയിച്ചവർക്കാവട്ടെ ഭീകരമായ ഭൂരിപക്ഷം, അത് വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഇതിൻ്റെ ഒരു സന്തോഷമായിട്ട് നടക്കാനല്ല, മറിച്ച് പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ എത്രമേൽ നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്നുള്ള ആലോചനകളിലായിരിക്കും ഞങ്ങളുണ്ടാവുക. വകുപ്പുകളെ സംബന്ധിച്ച സൂചനകളുണ്ട്, പക്ഷേ സൂചനകൾ നല്ല ധാരണകളുണ്ട്. പക്ഷേ അത് പാർട്ടിയാണ് അത് പ്രഖ്യാപിക്കേണ്ടത്. പാർട്ടി പറയുന്നത് വരെ ഞങ്ങളെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അല്ല, അങ്ങനെ അന്വേഷണമൊന്നുമില്ലല്ലോ. പാർട്ടി വകുപ്പുകൾ പറയുകയും പാർട്ടി പറയുന്ന നിർദ്ദേശങ്ങളനുസരിച്ചല്ലേ അന്വേഷണവും കാര്യമൊക്കെ നടക്കുകയുള്ളൂ, പറയേണ്ടാവുള്ളൂ. അല്ല, അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഞാൻ 10 വർഷം നിയമസഭയിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ട് പ്രയോഗിക്കേണ്ട ഒന്നല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിരന്തരമായി നൈരന്തര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് വകുപ്പ് നിങ്ങൾ എടുത്തു നോക്കിയാലും അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ തിരുത്തലുകളുടെയോ തുടരുകളുടെയോ ആണ് വകുപ്പ് എന്ന് പറയുന്നത്. നല്ലതൊക്കെ തുടരാവുന്നതാണ്. അടുത്ത വർഷം ഗവൺമെൻറ് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ മോശം എന്ന് പറയേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങളുണ്ടാവാം, മോശപ്പെട്ട കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ തിരുത്തിയിട്ടും തുടർന്നുമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ല, ആ ഒരു പേര് എൻ്റെ കുടുംബക്കാരിട്ടതും എൻ്റെ വാപ്പട്ട പേരുമല്ല. ഇട്ടവർ മാത്രമേ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളൂ. എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്തമില്ല. ഞാനിട്ട പേരിനോടല്ലേ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനകത്ത് ഫയറാണോ ബ്രാൻഡാണോ എന്നുള്ളതൊന്നല്ല വിഷയം. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എത്രമേൽ നന്നാക്കിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്രതിപക്ഷത്തിരുന്ന് സംസാരിക്കുന്നത് പോലെയുള്ള അല്ല ഭരണപക്ഷത്തിരുന്ന് ചെയ്യുക എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതെന്താ വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്ന നമ്മൾ അങ്ങനെ ആവണം. പ്രതിപക്ഷം എവിടെയാണ് പ്രോബ്ലം ഉള്ളത് അത് ജനങ്ങളോട് വിളിച്ചു പറയാൻ. ഇതവിടെ കള്ളനുണ്ട്, ഇതവിടെ കുഴപ്പക്കാരനുണ്ട്, ഇതവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു പണിയല്ല, അതൊരു പണിയാണ്. അതിനേക്കാൾ ഭാരിച്ച പണിയാണ് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ പ്രതിപക്ഷത്ത് വേറെ ആളുകളുണ്ട്. അതെത്ര നമ്പർ കുറവായാലും ഇനി ഒരാളും ഇല്ലെങ്കിൽ പോലും ജനങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഏറ്റവും സത്യസന്ധമായിട്ട് നേരായിട്ട് വണ്ണം സൂക്ഷ്മതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ വലിയ വിമർശകനായിരുന്നു. അത്തരം വിമർശനങ്ങൾ വേറൊരാൾ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് വരുത്താതിരിക്കാനുള്ള സൂക്ഷ്മതയാണ് ആ വിമർശനങ്ങൾ നടത്തിയ ഒരാൾ എന്നുള്ളതൊക്കെ ഞാൻ പാലിക്കേണ്ടത്. അപ്പോൾ അതായിരിക്കും എൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്.